Dear students, Principles of Inheritance and Variation എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ടെസ്റ്റ് ക്രോസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചും അതുപോലെ ലാസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്കുകളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യമായിട്ട് നമുക്ക് ടെസ്റ്റ് ക്രോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ച് മനസ്സിലാക്കി. എന്തായിരുന്നു മോണോ ഹൈബ്രിഡ് ക്രോസ്? ഒരു ക്യാരക്ടറിനെ മാത്രം പരിഗണിച്ചു കൊണ്ടുള്ള ഒരു ക്രോസ്. അതെന്ത് ക്യാരക്ടറായിരുന്നു പരിഗണിച്ചിരുന്നത്? സ്റ്റെമ്മിൻ്റെ ഹൈറ്റ്. ഇപ്പോൾ ഹൈറ്റിനെ സംബന്ധിച്ച് രണ്ട് ക്യാരക്ടറുണ്ട്. അതിൻ്റെ ഡോമിനൻ്റ് ക്യാരക്ടറാണ് ടോൾ എന്ന് പറയുന്നത്, അതിൻ്റെ റിസസീവ് ക്യാരക്ടറാണ് ഡോർഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോസൈഗസ് ഡോമിനൻ്റ് ഇൻഡിവിജ്വലിനെ ഹോമോസൈഗസ് ഡോർഫായിട്ടുള്ള ഇൻഡിവിജ്വലുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ടോൾ ഇൻഡിവിജ്വലും ഡോർഫ് ഇൻഡിവിജ്വലുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ടോൾ ഇൻഡിവിജ്വലിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് അതിൻ്റെ ജീനോടൈപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ടും സ്മാൾ ലെറ്റേഴ്സിലാണ് ജീനോടൈപ്പ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? ഡോമിനൻ്റ് എന്ന് വിളിക്കും. രണ്ടും സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിൽ അതിനെ റിസസീവ് എന്ന് വിളിക്കും. അപ്പോൾ അത് തങ്ങളിൽ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ ഇൻഡിവിജ്വലാണ് ഈ കാണുന്ന ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്നുള്ള ജീനോടൈപ്പ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്ത ഹെട്രോസൈഗസ് ടോൾ ഇൻഡിവിജ്വൽ. അപ്പോൾ ഈ ഇൻഡിവിജ്വലാണ് F1 ജനറേഷനിൽ കിട്ടിയത്. അപ്പോൾ F1 ജനറേഷനിൽ കിട്ടിയതിനെ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നതിനായിരുന്നു അടുത്ത F2 ജനറേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് F2 ജനറേഷനിൽ 3 ടോൾ ഇൻഡിവിജ്വലും ഒരു ഡോർഫ് ഇൻഡിവിജ്വലും കിട്ടി. 3:1 റേഷ്യോ. ആ റേഷ്യോയെ നമ്മൾ എന്ത് വിളിക്കും? ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് വിളിക്കും. മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് 3:1. ഇനി അതിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ ക്യാപിറ്റൽ ടി ജീനോടൈപ്പുള്ള എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. ക്യാപിറ്റൽ ടി സ്മാൾ ടി ഉള്ളത് 2 എണ്ണം, സ്മോൾ ടി ഉള്ളത് 1 എണ്ണം. ആ റേഷ്യോയെ നമ്മൾ എന്ത് പേരിലാണ് വിളിച്ചത്? ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് വിളിച്ചു. 1:2:1. അപ്പോൾ ഈ ക്രോസിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്രോസിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രോസ് നടത്തിയപ്പോൾ കിട്ടിയ F1ലും F2ലും ഒക്കെ കിട്ടിയ ഡോമിനൻ്റ് ഇൻഡിവിജ്വൽസ്, ആ ഡോമിനൻ്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ജീനോടൈപ്പ് ഈ ക്യാപിറ്റൽ ടി ആണെങ്കിലും ഡോമിനൻ്റ് ക്യാരക്ടറാണ് കാണിക്കുന്നത്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും ഡോമിനൻ്റ് ക്യാരക്ടറാണ് കാണിക്കുന്നത്. അതായത് ഹോമോസൈഗസ് ടോളുണ്ട്, ഹെട്രോസൈഗസ് ടോളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറമേ നമ്മൾ നോക്കിയാൽ ഈ ഇൻഡിവിജ്വൽ എന്താണ്? ടോൾ ഇൻഡിവിജ്വലാണ്. എന്നാൽ അതിൻ്റെ ജീനോടൈപ്പ് ഹോമോസൈഗസ് ആണോ അതോ ഹെട്രോസൈഗസ് ആണോ? അപ്പോൾ ഇതും ടോളാണ്, ഇതും ടോളാണ്. അപ്പോൾ ഈ F1 ജനറേഷനിലും അതുപോലെ ഇവിടെ F2 ജനറേഷനിലും കിട്ടിയ ഡോമിനൻ്റ് ഇൻഡിവിജ്വൽസ് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മെൻഡൽ നടത്തിയ ക്രോസാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ടെസ്റ്റ് ക്രോസ്? Test cross is a genetic cross which is used to find out whether the dominant individual is homozygous or heterozygous for a particular character. എന്ത് മനസ്സിലാക്കി? ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക് ക്രോസ് ആണ്. അതെന്തിനു ഉപയോഗിക്കുന്നു? used to find out whether the dominant individual, അപ്പോൾ ഇവിടെ F1 ജനറേഷനിൽ കിട്ടിയ ഈ ഡോമിനൻ്റ് ഇൻഡിവിജ്വലും അതുപോലെ ഇവിടെ F2 ജനറേഷനിൽ കിട്ടിയ ഈ ഡോമിനൻ്റ് ഇൻഡിവിജ്വൽസും
ഹോമോസൈഗസ് ആണോ ഹെറ്ററോസൈഗസ് ആണോ? ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ആണോ? ഹെറ്ററോസൈഗസ് ആണോ? ക്യാപിറ്റൽ ടി സ്മാൾ ടി ആണോ? ഇത് കണ്ടുപിടിക്കുന്നതിന് നടത്തുന്ന ജനറ്റിക് ക്രോസിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ക്രോസ്. എന്താ ടെസ്റ്റ് ക്രോസ്? ടെസ്റ്റ് ക്രോസ് ഈസ് എ ജനറ്റിക് ക്രോസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് whether the dominant individual is homozygous or heterozygous for a particular character. അപ്പോൾ F1 ജനറേഷനിൽ F2 ജനറേഷനിലും ഒക്കെ കാണുന്ന ഒരു ഡോമിനൻ്റ് ഇൻഡിവിജ്വൽ, നമ്മളൊരു ഡോമിനൻ്റ് ക്യാരക്ടറിനെ കണ്ടാൽ ആ ഡോമിനൻ്റ് ക്യാരക്ടറിൻ്റെ ജീനോടൈപ്പ് ഹോമോസൈഗസ് ആണോ, രണ്ടും ഒരുപോലെയാണോ, അതോ ഹെറ്ററോസൈഗസ് ആണോ, ഒന്ന് ഡോമിനൻറ്റും ഒന്ന് റിസസീവുമാണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ജനറ്റിക് ക്രോസാണ് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ എങ്ങനെയാണ് ഈ ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ഈ കിട്ടിയ സാധനം ഹൈബ്രിഡ് ഇൻഡിവിജ്വൽ F1 ഹൈബ്രിഡ്, F1 ജനറേഷനിൽ കിട്ടിയ ഈ ഇൻഡിവിജ്വൽ, ആ ഇൻഡിവിജ്വലിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഹെറ്ററോസൈഗസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാപിറ്റലും ഒന്ന് സ്മാളുമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു? അതിനെ അതിൻ്റെ പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ഇതാ ഇവിടെ നോക്കിക്കേ, ഈ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അച്ഛൻ ഇതാണ്, അമ്മ ഇതാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പാരൻസാണിത് ഈ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? ഈ F1 ജനറേഷനിൽ കിട്ടിയ ഈ ഹൈബ്രിഡ് പ്ലാന്റിനെ അതിനെ ആരുമായിട്ട് ക്രോസ് ചെയ്യുന്നു? അതിൻ്റെ പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ഇനി ആ ഏതെങ്കിലും പാരൻറ്റിനെ മതിയോ? പോരാ. അതിൻ്റെ ഏത് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു? റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. റിസസീവ് പാരൻറ്റിൻ്റെ പ്രത്യേകത എന്താ? രണ്ടും ഹോമോസൈഗസ് റിസസീവാണ്. ഇത് ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ്, ഇത് ഹോമോസൈഗസ് റിസസീവാണ്. അപ്പോൾ ടെസ്റ്റ് ക്രോസ് എങ്ങനെയാണ് ചെയ്യുക? ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നതിന് F1 ഹൈബ്രിഡിനെ, F1 ഹൈബ്രിഡ് ഹെറ്ററോസൈഗസ് ആണ്. അപ്പോൾ ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള F1 ഹൈബ്രിഡിനെ അതിൻ്റെ റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമ്മൾ ബന്ധം ഒന്ന് റിലേഷൻഷിപ്പ് എന്ന് വെച്ച് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ, ഇത് ഫാദർ, ഇത് മദർ, ഇത് സൺ. അപ്പോൾ ഇവിടെ ആരെ മാരേജ് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും? സണ്ണ് മദറിനെ മാരേജ് ചെയ്യുന്നു. സൺ മദർ മാരേജ്, ദാറ്റ് ഈസ് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു സെൻസിലെടുത്താൽ മതി. അവിടെ എന്താ ചെയ്യുക? F1 ജനറേഷനിൽ കിട്ടിയ ഹൈബ്രിഡ് പ്ലാന്റിനെ അതിൻ്റെ റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഹെറ്ററോസൈഗസ് ഹൈബ്രിഡ് പ്ലാന്റ് ആയതുകൊണ്ട് ഇത് രണ്ട് ടൈപ്പ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ക്യാപിറ്റൽ ടിയുടെ ഗമീറ്റ്സും ഉണ്ടാവും, സ്മാൾ ടിയുടെ ഗമീറ്റും ഉണ്ടാവും. ഇവിടെ ഇത് രണ്ടും ഹോമോസൈഗസ് ആയതുകൊണ്ട് ഒരു ഗമീറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ഒരു ടൈപ്പ് ഗമീറ്റ് മാത്രം. ക്യാപിറ്റൽ ടി ഉള്ള ഗമീറ്റ്സ് മാത്രമേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഫാദറിൽ നിന്നും കിട്ടുന്ന ക്യാപിറ്റൽ ടിയും മദറിൽ നിന്നും കിട്ടുന്ന സ്മാൾ ടിയും എന്ന് കണക്കാക്കിയാൽ ക്യാപിറ്റൽ ടിയും സ്മാൾ ടിയും കൂടെ ചേരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി ടോൾ ഇൻഡിവിജ്വൽ കിട്ടി. ഇവിടെ സ്മോൾ ടി ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ സ്മോൾ ടി. എന്താണ് ടെസ്റ്റ് ക്രോസ്? ടെസ്റ്റ് ക്രോസ് ഈസ് എ ജനറ്റിക് ക്രോസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ഡോമിനൻ്റ് ഇൻഡിവിജ്വൽ ഈസ് homozygous or heterozygous for a particular character. It is the crossing of an F1 hybrid with its recessive parent. F1 ഹൈബ്രിഡിനെ ആരുമായിട്ട് ക്രോസ് ചെയ്യുന്നതാണ്? റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതാണ് ടെസ്റ്റ് ക്രോസ്. In a typical test cross, dominant individual is crossed with the recessive parent. അപ്പോൾ ടിപ്പിക്കലായിട്ടുള്ള ഒരു ടെസ്റ്റ് ക്രോസിൽ ഡോമിനൻ്റ് ഇൻഡിവിജ്വലിനെ ആരുമായിട്ട് ക്രോസ് ചെയ്യുന്നു? റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. എ ടാൾ പ്ലാന്റ് ഫ്രം F1 or F2.
F1 ജനറേഷനിലോ F2 ജനറേഷനിലോ നിന്നും കിട്ടുന്ന ഒരു ടോൾ പ്ലാന്റ്, ഹോമോസൈഗസ് ഓർ ഹെറ്ററോസൈഗസ് കോമ്പോസിഷൻ. അപ്പോൾ F1 ജനറേഷനിൽ കിട്ടുന്ന നമുക്ക് ജീനോടൈപ്പ് നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഹോമോസൈഗസ് ആയിരിക്കാം, ഹെറ്ററോസൈഗസ് ആയിരിക്കാം, അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. Therefore, to determine the genotype of a tall plant at F2, Mendel crossed the tall plant from F2 with a dwarf plant. അപ്പോൾ F1 ജനറേഷനിൽ കിട്ടുന്ന ഹൈബ്രിഡ് ആകാം, F2 ജനറേഷനിൽ കിട്ടുന്ന ഹൈബ്രിഡ് ആകാം. രണ്ടിലും അതിൻ്റെ ഡോമിനൻ്റ് ഇൻഡിവിജ്വലിൻ്റെ ജീനോടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് എന്ത് നടത്തുക, ടെസ്റ്റ് ക്രോസ് നടത്തുക. അപ്പോൾ ഈ പടം ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി രണ്ടും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ടി. അപ്പോൾ അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേക്കും 2 ഫീനോടൈപ്സ് മാത്രം കിട്ടും, അതും ഈക്വൽ പ്രപ്പോർഷനിൽ കിട്ടും. ഫീനോടൈപ്പിക് റേഷ്യോ ടോൾ 1 ടോൾ ഈസ് ടു 1 ഡോർഫ്, ഒരു ടോൾ ഒരു ഡോർഫ് 1:1 എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഒരു 100 ഇൻഡിവിജ്വൽസ് കിട്ടുന്നു എന്ന് വിചാരിച്ചാൽ അതിൽ 50 എണ്ണം ടോളായിരിക്കും, 50 എണ്ണം ഡോർഫായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ എന്താണ്, 1:1. ഇനി അതിൻ്റെ ജീനോടൈപ്പിക് റേഷ്യോ നോക്കിയാലോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ കിട്ടുന്ന എല്ലാ ഡോമിനൻ്റ് ഇൻഡിവിജ്വൽസിൻ്റെയും ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. അടുത്ത റിസസീവ് ഇൻഡിവിജ്വൽസിൻ്റെ എല്ലാം സ്മോൾ ടി. അതായത് ജീനോടൈപ്പിക് റേഷ്യോ 1 capital T small t is to 1 small t. That is equal to 1:1. അപ്പോൾ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ടെസ്റ്റ് ക്രോസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അല്ലെങ്കിൽ നെയിം എ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് ഫീനോടൈപ്പിക് റേഷ്യോ ആൻഡ് ജീനോടൈപ്പിക് റേഷ്യോ ഈസ് 1:1. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ജനറ്റിക് ക്രോസിൽ ഫീനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോയും 1:1 ആയിട്ട് കണ്ടു. ഏതാണ് ആ ജനറ്റിക് ക്രോസ്? എന്താണ് ആ ജനറ്റിക് ക്രോസിൻ്റെ പ്രത്യേകത? അപ്പോൾ എന്താ ആൻസർ? ടെസ്റ്റ് ക്രോസ് ആണ്. ടെസ്റ്റ് ക്രോസ് എന്താ പ്രത്യേകത, എന്താണ്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ഡോമിനൻ്റ് ഇൻഡിവിജ്വൽ ഈസ് ഹോമോസൈഗസ് ഓർ ഹെറ്ററോസൈഗസ് ഫോർ എ പർട്ടിക്കുലർ ക്യാരക്ടർ. അപ്പോൾ അതിനു വേണ്ടിയാണ് ടെസ്റ്റ് ക്രോസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ക്രോസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ക്രോസ് പറയാം. ഹൈബ്രിഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ടി സ്മാൾ ടിയെ അതിൻ്റെ സ്മാൾ ടി കൊണ്ട് ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മാൾ ടിയും സ്മാൾ ടിയും 1:1 റേഷ്യോയിൽ കിട്ടുന്നു. ഇത് ടെസ്റ്റ് ക്രോസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിളൂടെ നോക്കാം. ഇവിടെ ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക. ഇതൊരു ഡോമിനൻ്റ് ഫ്ലവർ ആണ്. എന്താ ഫ്ലവറിൻ്റെ കളർ? വയലറ്റ് കളറാണ്. ഇപ്പോൾ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു വയലറ്റ് കളർ ഫ്ലവറാണിത്. അപ്പോൾ ഇതിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ W ആണ് ഡോമിനൻറ്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്, സ്മോൾ w റിസസീവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ജീനോടൈപ്പ് ഹോമോസൈഗസ് ആണോ, ഇതാണോ, അതോ ഹെറ്ററോസൈഗസ് ആണോ? ഇതേതാണ് ഇതിൻ്റെ ഫീനോടൈപ്പ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊരു ടെസ്റ്റ് ക്രോസ് നടത്തി നോക്കാം. അപ്പോൾ ടെസ്റ്റ് ക്രോസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ഡോമിനൻ്റ് ക്യാരക്ടർ ഈസ് ഹോമോസൈഗസ് ഓർ ഹെറ്ററോസൈഗസ്. അപ്പോൾ ഡോമിനൻ്റ് ക്യാരക്ടർ ഹോമോസൈഗസ് ആണോ അതോ ഹെറ്ററോസൈഗസ് ആണോ? ഹോമോസൈഗസ് ആണെങ്കിൽ രണ്ടും ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ റിപ്രസെൻ്റ് ചെയ്യും. ഹെറ്ററോസൈഗസ് ആണെങ്കിൽ ഒരെണ്ണം ക്യാപിറ്റലിലും ഒരെണ്ണം സ്മാളും. ഇപ്പോൾ രണ്ടും ക്യാപിറ്റൽ ആണെങ്കിൽ രണ്ടും ഡോമിനൻ്റ് അലിൽ, ഒന്ന് ക്യാപിറ്റലും ഒന്ന് സ്മാളും ആണെങ്കിൽ അത് ഒരു ഡോമിനൻ്റ് അലിയിലും മറ്റത് റിസസീവ് അലിയിലും. അപ്പോൾ ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. എന്താണ് ടെസ്റ്റ് ക്രോസ്? എന്ത് ചെയ്യണം? ഇതിനെ എന്ത് ചെയ്യണം? അതിൻ്റെ റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഹോമോസൈഗസ് റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്തിരിക്കുന്നു.
അപ്പോൾ ഇതിൽ നിന്നും കിട്ടിയ ഗമീറ്റ്സ് രണ്ടും ക്യാപിറ്റൽ W ആണെന്ന് വിചാരിച്ചാൽ ഇവിടെ രണ്ട് ഗമീറ്റും ക്യാപിറ്റൽ W തന്നെ. ഹോമോസൈഗസ് ആകുമ്പോൾ രണ്ടും സ്മാൾ ആണ്, രണ്ടും സ്മാൾ W. അപ്പോൾ ക്രോസ് നടക്കുമ്പോൾ ഇവിടുത്തെ ഈ ഗമീറ്റും കൂടെ ചേരുന്നു, ക്യാപിറ്റൽ W സ്മാൾ W. അതുപോലെ ഈ ഗമീറ്റും കൂടെ ചേരുന്നു, ക്യാപിറ്റൽ W സ്മാൾ W. ഇവിടെയും അതുപോലെ ക്യാപിറ്റൽ W സ്മാൾ W, ക്യാപിറ്റൽ W സ്മാൾ W. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്ന റിസൾട്ട്? എല്ലാം ക്യാപിറ്റൽ W സ്മാൾ W. ഇതും അത് തന്നെ, ഇതും അത് തന്നെ, ഇതും അത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? ഡോമിനൻ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ഫീനോടൈപ്പ് ഡോമിനൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഡോമിനൻ്റ് ക്യാരക്ടർ ഏതാണ്? വയലറ്റ് ആണ്. അപ്പോൾ F1 ജനറേഷനിൽ കിട്ടുന്നതെല്ലാം വയലറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും. ഓൾ ഫ്ലവേഴ്സ് ആർ വയലറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രോസ് നടത്തിയപ്പോൾ നമുക്ക് ഒരേ ഒരു ടൈപ്പ് ഫീനോടൈപ്പാണ് കിട്ടിയത്. എല്ലാം ഒരുപോലത്തെ ക്യാരക്ടേഴ്സ് ആണ് കിട്ടിയതെങ്കിൽ ഇതിൻ്റെ ജീനോടൈപ്പ് എന്താണെന്ന് ഉറപ്പിക്കാം. ഇറ്റ് ഈസ് എ ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ്. ഇപ്പോൾ ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ് ജീനോടൈപ്പ് എങ്കിൽ, അൺനോൺ ഫ്ലവറിൻ്റെ ജീനോടൈപ്പ് എങ്കിൽ, അല്ലെങ്കിൽ അൺനോൺ ഡോമിനൻ്റ് ക്യാരക്ടർ ഹോമോസൈഗസ് ആണെങ്കിൽ അടുത്ത ജനറേഷനിൽ വരുമ്പോൾ എല്ലാം ഡോമിനൻ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അതായത് ഹിയർ ദ ഡോമിനൻ്റ് ഇൻഡിവിജ്വൽ ഈസ് ഹോമോസൈഗസ് ഫോർ ദ ക്യാരക്ടർ ആൻഡ് വി ഗെറ്റ് ഓൾ വയലറ്റ് ഫ്ലവേഴ്സ് ഇൻ ടെസ്റ്റ് ക്രോസ്. ഇപ്പോൾ ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും വയലറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ? അൺനോൺ ഫ്ലവർ ഈസ് ഹോമോസൈഗസ് ഡോമിനൻ്റ്. അറിഞ്ഞുകൂടാത്ത ഈ ഫ്ലവറിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ്. ഇനി ഇതിന് നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ ഇതാണ് ഇതിൻ്റെ ജീനോടൈപ്പ് ആയിരുന്നതെന്ന് കരുതിയാലോ? എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇത് ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് ആണ്. ഒരു ഡോമിനൻ്റ് ജീനും ഉണ്ട്, ഒരു റിസസീവ് ജീനും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിനെ ആരുമായിട്ട് ക്രോസ് ചെയ്യുന്നു? സെയിം ഹോമോസൈഗസ് റിസസീവ് ആയിട്ടുള്ള പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ഇവിടെയും അത് തന്നെ, ഇവിടെയും അത് തന്നെ. അപ്പോൾ എന്താ കിട്ടുക? ഇത് ക്യാപിറ്റൽ W സ്മോൾ W, രണ്ട് വ്യത്യസ്തമായ ഗമീറ്റ്സ് കിട്ടുന്നു. ക്യാപിറ്റലുള്ള ഡോമിനൻ്റ് അലിലും വരുന്നു, സ്മോൾ വരുന്ന റിസസീവ് അലിലും വരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒറ്റ അലിൽ മാത്രമേ ഉള്ളൂ, റിസസീവ് അലിൽ മാത്രം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ W സ്മോൾ W രണ്ടും കൂടെ ചേരുമ്പോൾ ഇവിടെ ഡോമിനൻ്റ് അലിലുള്ളത് കൊണ്ട് ആ ക്യാരക്ടർ, വയലറ്റ് ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യും. ഇവിടെയും അതുപോലെ ക്യാപിറ്റൽ W സ്മോൾ W. ഇനി ഇവിടെ വരുമ്പോഴോ ഇതൊന്ന് റിസസീവ് അലിലാണ്, ഇതും റിസസീവ് അലിലാണ്. ഇത് രണ്ടും സ്മോൾ W സ്മോൾ W. അപ്പോൾ രണ്ടും റിസസീവ് അലിൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ വരുമ്പോൾ ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യും. എന്താ ക്യാരക്ടർ? വൈറ്റ്. ഇവിടെയും അതുപോലെ തന്നെ ഇതും സ്മോൾ, ഇതും സ്മോൾ, വൈറ്റ്. അപ്പോൾ എന്താ മനസ്സിലാക്കാൻ പറ്റുക നമുക്ക് ഫീനോടൈപ്പിൽ നിന്നും? ഇവിടെ പകുതി ഫ്ലവേഴ്സ് വയലറ്റ് ആണ്, ബാക്കി ഹാഫ് വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റും വയലറ്റും ഈക്വൽ പ്രപ്പോർഷനിൽ കിട്ടി. ദാറ്റ് മീൻസ് എന്താ റേഷ്യോ? 1:1 റേഷ്യോയിൽ കിട്ടി. അപ്പോൾ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഈ അൺനോൺ ഫ്ലവറിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഹെറ്ററോസൈഗസ് ആണ്. Unknown flower is heterozygous. Here the dominant individual is heterozygous. Capital W, small w for the character. We get half violet and half white in test cross with 1:1 ratio. അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കലായിട്ടുള്ള ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ടിപ്പിക്കലായിട്ടുള്ള ടെസ്റ്റ് ക്രോസിൽ നമ്മൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല എഴുതേണ്ടത്, ഇതാണ്, ഈ പോർഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടിപ്പിക്കലായിട്ടുള്ള ഒരു ടെസ്റ്റ് ക്രോസിൽ എന്താ ചെയ്യുക? ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് ഇൻഡിവിജ്വലിനെ ഹോമോസൈഗസ് റിസസീവ് ഇൻഡിവിജ്വലുമായിട്ട് ക്രോസ് ചെയ്യും. അപ്പോൾ 1:1 റേഷ്യോയിലാണ് ഫീനോടൈപ്പ് കിട്ടുന്നതെങ്കിൽ
അപ്പോൾ 100 ഫ്ലവേഴ്സ് കിട്ടുന്നെങ്കിൽ അതിൽ 50 ഫ്ലവേഴ്സ് വയലറ്റ് കളറുള്ള ഫ്ലവറും 50 ഫ്ലവേഴ്സ് വൈറ്റ് കളറുള്ള ഫ്ലവറും ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് അൺനോൺ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ജീനോടൈപ്പ് എന്തായിരിക്കും? ഹെറ്ററോസൈഗസ് ആയിരിക്കും. ഹെറ്ററോസൈഗസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ ടെസ്റ്റ് ക്രോസിന് 2 എക്സാമ്പിൾ കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഈ എക്സാമ്പിൾ കൊണ്ട് ടെസ്റ്റ് ക്രോസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഈ ടോളും ഡോർഫും എന്നുള്ള ഈ ക്യാരക്ടർ വെച്ച് ടോളും ഡോർഫും 1:1 റേഷ്യോയിൽ കിട്ടുമെന്നുള്ള ഈ ക്യാരക്ടർ വെച്ച് നമുക്ക് ടെസ്റ്റ് ക്രോസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കണ്ട ഈ ക്യാരക്ടർ വെച്ചിട്ട് വയലറ്റും വൈറ്റും എന്നുള്ള ക്രോസിംഗ് ഓഫ് ഡോമിനൻ്റ് വയലറ്റ് ഫ്ലവർ വിത്ത് ഹോമോസൈഗസ് റിസസീവ് വൈറ്റ് ഫ്ലവർ. അപ്പോൾ ഈ രണ്ട് ക്രോസിൽ ഏത് ക്രോസ് വെച്ച് വേണമെങ്കിലും നമുക്ക് ടെസ്റ്റ് ക്രോസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ F1 ജനറേഷൻ വരുമ്പോഴത്തേക്കും കിട്ടുന്നത് എല്ലാം ഒരുപോലത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഇവിടെ അൺനോൺ ഫീനോടൈപ്പിന് കാരണമായിട്ടുള്ള ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആയിരിക്കും. 1:1 റേഷ്യോയിൽ കിട്ടുന്നെങ്കിൽ അൺനോൺ ഫ്ലവർ ഹെറ്ററോസൈഗസ് ആയിരിക്കും. അപ്പോൾ അത് ആണ് ഓർക്കേണ്ടത്. അപ്പോൾ ടെസ്റ്റ് ക്രോസ് എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു ക്രോസ് പരിചയപ്പെടാം. ദാറ്റ് ഈസ് ബാക്ക് ക്രോസ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നതും ബാക്ക് ക്രോസ് എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെ. എന്താ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ആ ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ഓൾ ടെസ്റ്റ് ക്രോസസ് ആർ ബാക്ക് ക്രോസസ്. എല്ലാ ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസസ് ആണ്. പക്ഷേ ആൾ ബാക്ക് ക്രോസസ് ആർ നോട്ട് ടെസ്റ്റ് ക്രോസസ്. അപ്പോൾ എല്ലാ ബാക്ക് ക്രോസും ടെസ്റ്റ് ക്രോസ് അല്ല. എന്താ കാരണം നോക്കാം. അപ്പോൾ ഇവിടെ ഹോമോസൈഗസ് ടോൾ, ഹോമോസൈഗസ് ഡോർഫ്, F1 ജനറേഷനിൽ ഹെറ്ററോസൈഗസ് ടോൾ കിട്ടി. അപ്പോൾ ഇത് നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ഈ F1 ജനറേഷനിൽ കിട്ടിയ ഈ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഈ ഒരു ഹൈബ്രിഡ് ഇൻഡിവിജ്വലിനെ നേരത്തെ മനസ്സിലാക്കിയത് ഇതിൻ്റെ റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിട്ടിയ ഹൈബ്രിഡിനെ ഇതുമായിട്ടും ക്രോസ് ചെയ്യാം, ഇതുമായിട്ടും ക്രോസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കിട്ടിയ ഫ്ലവർ അല്ലെങ്കിൽ ഈ പ്ലാന്റിൽ നിന്നിൻ്റെ ഫ്ലവറിൽ നിന്നും കിട്ടുന്ന പോളൻ ഗ്രെയിൻസ് നമുക്ക് ഈ പ്ലാന്റുമായിട്ടും പോളിനേറ്റ് ചെയ്യാം, ഈ പ്ലാന്റുമായിട്ടും പോളിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പാരൻസ് ആണ് ഇത് രണ്ടുപേരും. ഈ F1 ഹൈബ്രിഡ് പ്ലാന്റ്സിൻ്റെ പാരൻസ് ആണ് ഈ പറയുന്ന ആളും ഈ ആളും. അപ്പോൾ ഈ ആളിൽ രണ്ടുപേരിൽ ആരുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെ നമുക്ക് ബാക്ക് ക്രോസ് എന്ന് വിളിക്കാം. എനി വൺ ഓഫ് ഇറ്റ്സ് പാരൻസ്, ക്രോസിംഗ് ഓഫ് F1 ഹൈബ്രിഡ് വിത്ത് എനി വൺ ഓഫ് ഇറ്റ്സ് പാരൻസ്. ഈ പാരൻറ്റുമായിട്ടും ക്രോസ് ചെയ്യാം, ഈ പാരൻറ്റുമായിട്ടും ക്രോസ് ചെയ്യാം, മെയിൽ പാരൻറ്റുമായിട്ടും ക്രോസ് ചെയ്യാം, ഫീമെയിൽ പാരൻറ്റുമായിട്ടും ക്രോസ് ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ള ക്രോസിംഗ് നടക്കുകയാണെങ്കിൽ അതിനെന്ത് പേരിൽ വിളിക്കാം? ബാക്ക് ക്രോസസ് എന്ന് വിളിക്കാം. അപ്പോൾ ജനറ്റിക് ക്രോസിൽ F1 ഹൈബ്രിഡിനെ അതിൻ്റെ ഏതെങ്കിലും ഒരു പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിന് നമുക്ക് ബാക്ക് ക്രോസ് എന്ന് പറയാം. അപ്പോൾ അതിൽ തന്നെ ഈ റിസസീവ് പാരൻറ്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കും. അപ്പോൾ F1 ഹൈബ്രിഡിനെ, ഇതാണ് F1 ഹൈബ്രിഡ്, ക്യാപിറ്റൽ T സ്മാൾ t, അതിൻ്റെ റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യും. അതിനെന്ത് പേരിൽ വിളിക്കും? ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കും. അപ്പം അതാണ് അതിൻ്റെ വ്യത്യാസം. ഏത് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്താലും നമുക്കതിനെ ബാക്ക് ക്രോസ് എന്ന് പറയും. F1 ഹൈബ്രിഡ് ഈസ് ക്രോസ്ഡ് വിത്ത് എനി വൺ ഓഫ് ഇറ്റ്സ് പാരൻസ്. അപ്പോൾ അതിൽ ഹോമോസൈഗസ് പാരൻ്റാണോ, ഹോമോസൈഗസ് ഡോമിനൻ്റ് പാരൻ്റാണോ, ഹോമോസൈഗസ് റിസസീവ് പാരൻ്റാണോ, ഏത് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്താലും അതിനെന്ത് പേരിൽ വിളിക്കാം? ബാക്ക് ക്രോസ് എന്ന് വിളിക്കാം. എന്നാൽ ഹോമോസൈഗസ് റിസസീവ് പാരൻറ്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ
റിസസീവ് പാരൻറ്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ടെസ്റ്റ് ക്രോസ് എന്ത് ക്രോസ് തന്നെ? ബാക്ക് ക്രോസ് തന്നെ. ഓൾ ടെസ്റ്റ് ക്രോസസ് ആർ ബാക്ക് ക്രോസസ്. കാരണം അതിൻ്റെ പാരൻറ്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്, അതുകൊണ്ട് ബാക്ക് ക്രോസ് ആണ്. പക്ഷേ എല്ലാ ബാക്ക് ക്രോസും ടെസ്റ്റ് ക്രോസ് ആണോ? അല്ല. ടെസ്റ്റ് ക്രോസ് ആകണമെങ്കിൽ റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്താൽ മാത്രമേ അത് ടെസ്റ്റ് ക്രോസ് ആവുകയുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ആൾ ടെസ്റ്റ് ക്രോസസ് ആർ ബാക്ക് ക്രോസസ് ബട്ട് ആൾ ബാക്ക് ക്രോസസ് ആർ നോട്ട് ടെസ്റ്റ് ക്രോസസ്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആൻസർ എന്താണ്? ബാക്ക് ക്രോസ് ഈസ് എ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് F1 ഹൈബ്രിഡ് ഈസ് ക്രോസ്ഡ് വിത്ത് എനി വൺ ഓഫ് ഇറ്റ്സ് പാരൻസ്. ഏത് പാരൻറ്റും ആയിക്കോട്ടെ, ദാറ്റ് ഈസ് ബാക്ക് ക്രോസ്. ടെസ്റ്റ് ക്രോസ് ഈസ് എ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് F1 ഹൈബ്രിഡ് ഈസ് ക്രോസ്ഡ് വിത്ത് റിസസീവ് പാരൻറ്റ്. റിസസീവ് പാരൻറ്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പേരിൽ വിളിക്കും? അതിനെ ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് മെൻഡൽ പ്രപ്പോസ് ചെയ്ത നിയമങ്ങൾ, ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അദ്ദേഹം ആദ്യം നടത്തിയ ജനറ്റിക് ക്രോസാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം 2 നിയമങ്ങൾ അല്ലെങ്കിൽ 2 പ്രിൻസിപ്പിൾസ് മുന്നോട്ട് വച്ചു. ഫസ്റ്റ് ലാ ഓർ ലാ ഓഫ് ഡോമിനൻസ് ആൻഡ് സെക്കൻഡ് ലാ ഓർ ലാ ഓഫ് സെഗ്രിഗേഷൻ. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഒരു ക്യാരക്ടറിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ജനറ്റിക് ക്രോസ്. അപ്പോൾ ആ ജനറ്റിക് ക്രോസിൽ നിന്നും കിട്ടിയ ഒബ്സർവേഷൻസ് വെച്ചിട്ട് അദ്ദേഹം 2 റൂൾസ് മുന്നോട്ട് വെച്ചു. അപ്പോൾ ആ റൂളുകളാണ് പ്രിൻസിപ്പിൾസ് ഓർ ലാസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. 2 ലാസ് ഉണ്ട്. ഫസ്റ്റ് ലാ എന്ത് പേരിൽ വിളിക്കുന്നു? ലാ ഓഫ് ഡോമിനൻസ് എന്ന് വിളിക്കുന്നു. സെക്കൻഡ് ലാ എന്ത് പേരിൽ വിളിക്കുന്നു? ലാ ഓഫ് സെഗ്രിഗേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ലാ ഓഫ് ഡോമിനൻസ്. ആ ഡോമിനൻസിൽ പറയുന്ന പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കാൾഡ് ഫാക്ടേഴ്സ്. അപ്പം അദ്ദേഹം ഓരോ സ്വഭാവ സവിശേഷതകളെയും നിർണ്ണയിക്കുന്ന ഘടകങ്ങളെ അദ്ദേഹം വിളിച്ച പേരെന്താണ്? ഫാക്ടേഴ്സ് എന്നാണ് വിളിച്ചത്. അപ്പം ഇന്ന് നമ്മൾക്കതറിയാം, ജീനുകൾ എന്ന പേരിൽ നമ്മൾ പറയും. അപ്പോൾ പണ്ട് മെൻഡൽ പരീക്ഷണം നടത്തിയത്, നേരത്തെ നമ്മൾ ഇയർ ഓർക്കുന്നുണ്ടാവും, 1856 1863 കാലഘട്ടത്തിലൊക്കെയാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ക്രോമസോമിനെ കണ്ടുപിടിച്ചിട്ടില്ല, DNA കണ്ടുപിടിച്ചിട്ടില്ല, ജീനുകൾ എന്താണെന്നറിയില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ നിയമങ്ങൾ പ്രപ്പോസ് ചെയ്തതെന്നുകൂടെ നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ അദ്ദേഹം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ്സിനെ എന്ത് പേരിൽ വിളിച്ചു? ഫാക്ടേഴ്സ് എന്ന് വിളിച്ചു. ആ ഫാക്ടേഴ്സ് എങ്ങനെ കാണും? ഒക്കർ ഇൻ പെയേഴ്സ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ക്രോമസോമുകളിലാണ് ഈ സാധനം ഫാക്ടർ എന്ന് പറയുന്ന ഇരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞു ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയേഴ്സ്, ജോഡികളായിട്ടാണ് ഈ ഫാക്ടേഴ്സ് കാണുക. അപ്പോൾ നമ്മുടെ ഓരോ ക്യാരക്ടറും, ഏത് ക്യാരക്ടർ എടുത്താലും ആ ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ജീനുകൾ ഇരിക്കുന്നത് ക്രോമസോമുകളിലാണ്. ആ ക്രോമസോം പെയേഴ്സ് ആയിട്ടാണ് കാണുക. ആ ക്രോമസോമിലെ ഒന്ന് പെറ്റേണൽ ക്രോമസോം ആയിരിക്കും, ഒന്ന് മെറ്റേണൽ ക്രോമസോം ആയിരിക്കും. എന്താ അതിൻ്റെ വ്യത്യാസം? ഒന്ന് അച്ഛനിൽ നിന്നും കിട്ടുന്ന ക്രോമസോമാണ്, ഒന്ന് അമ്മയിൽ നിന്നും കിട്ടുന്ന ക്രോമസോംസാണ്. അപ്പോൾ ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയേഴ്സ്, ജോഡികളായിട്ട് കാണും. ഇൻ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ ഫാക്ടേഴ്സ് ഡിസിമിലർ ആണെങ്കിൽ, വ്യത്യസ്തമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണെങ്കിൽ, വൺ മെമ്പർ ഓഫ് ദ പെയർ ഡോമിനേറ്റ്സ് ദ അതർ. നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ഡോമിനൻ്റ് അലിലെന്നും റിസസീവ് അലിലെന്നും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി 2 ഒരുപോലത്തെ ഫാക്ടേഴ്സ്.
സ്മോൾ ടി അതും ഒരുപോലത്തെ ഫാക്ടേഴ്സ്, സിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സാണ്. എന്നാൽ ക്യാപിറ്റൽ ടി സ്മാൾ ടി വരുമ്പോൾ അത് ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഡിസിമിലർ ആയിട്ടാണ് കാണുന്നതെങ്കിൽ അതിൽ ഒന്ന് ഡോമിനൻ്റ് ഫാക്ടർ ആയിരിക്കും, മറ്റത് റിസസീവ് ഫാക്ടർ ആയിരിക്കും. ഡോമിനൻ്റ് ഫാക്ടറാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുക, റിസസീവ് ഫാക്ടർ എന്ന് പറയുന്നത് സപ്രസ് ചെയ്യപ്പെടുന്ന ഫാക്ടറാണ്. അപ്പോൾ ഇതാണ് മെൻഡലിൻ്റെ ലോ ഓഫ് ഡോമിനൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ്? Characters are controlled by discrete units called factors. Factors occur in pairs. In dissimilar pair of factors, one member of the pair dominates. അതിനെന്ത് പേരിൽ വിളിക്കും? Dominant factor. The other pair, ആ ഫാക്ടറിനെ എന്ത് വിളിക്കും? Recessive factor എന്ന് വിളിക്കും. അപ്പോൾ അദ്ദേഹം ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്, ഈ തത്വങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം മോണോഹൈബ്രിഡ് ക്രോസിനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. The law of dominance is used to explain the expression of only one of the parental characters in monohybrid cross. Monohybrid cross നേരത്തെ കണ്ടത് ഓർക്കുന്നുണ്ടാവും. മോണോഹൈബ്രിഡ് ക്രോസിൽ ഒരു ക്യാരക്ടർ മാത്രമേ F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് മദറും എന്ന് കണക്കാക്കിയാൽ, ഇത് മദറും ഇത് ഫാദറും എന്ന് കണക്കാക്കിയാൽ ഇവിടെ എന്താണ്? ആരുടെ ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ? മദറിൻ്റെ ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. അതായത് ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്തപ്പോൾ 100 ടോൾ പ്ലാന്റ് ആണ് കിട്ടിയത്, ഒരു ഡോർഫ് പ്ലാന്റ് പോലും കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ ഇത് അച്ഛനും അമ്മയും ഒന്ന് കണക്കാക്കിയാൽ ഇവിടെ ഈ പറയുന്ന അച്ഛൻ്റെ ക്യാരക്ടർ മക്കൾക്ക് ആർക്കും കിട്ടിയില്ല. ഏതാണ് എക്സ്പ്രസ് ചെയ്തത്? അമ്മയുടെ ക്യാരക്ടർ മാത്രം. അപ്പോൾ എന്താ കാരണം? അമ്മയുടെ ക്യാരക്ടർ രണ്ടും ഡോമിനൻ്റ് അല്ലിലാണ്. അപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ ക്യാരക്ടറിൽ നമുക്ക് കിട്ടുന്നത് രണ്ടും ഡോമിനൻ്റ് ക്യാരക്ടറാണെങ്കിൽ അത് മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അമ്മയിൽ നിന്ന് റിസസീവ് ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ ആ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യില്ല. അപ്പോൾ F1 ജനറേഷനിൽ എന്തുകൊണ്ട് പാരൻ്റൽ ക്യാരക്ടേഴ്സ് വരുന്നില്ല എന്ന് അദ്ദേഹം ഈ നിയമം വെച്ച് പറഞ്ഞു, ലോ ഓഫ് ഡോമിനൻസ് വെച്ച് പറഞ്ഞു. ഡോമിനൻ്റ് ക്യാരക്ടറാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് F2 ജനറേഷൻ വന്നപ്പോഴത്തേക്കും ഈ പാരൻ്റൽ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തത്? അതും അദ്ദേഹം ഈ നിയമം വെച്ച് പറഞ്ഞു, ഡോമിനൻസ് വെച്ച് പറഞ്ഞു. ഡോമിനൻസ് വെച്ച് അദ്ദേഹം അതും എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഓർക്കുക, the law of dominance is used to explain the expression of only one of the parental character in a monohybrid cross in the F1 and the expression of both in the F2. It also explains the proportion of 3:1 obtained at the F2. അപ്പോൾ എങ്ങനെയാണ് 3:1 റേഷ്യോ കിട്ടുന്നത് എന്നും അദ്ദേഹം ഈ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്ന ഈ തത്വം വെച്ചിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ആവശ്യം മെൻഡലിൻ്റെ രണ്ട് നിയമങ്ങൾ, മോണോഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തുകൊണ്ട് മെൻഡൽ പ്രപ്പോസ് ചെയ്തത് ഏതൊക്കെ ലായാണ്? വാട്ട് ആർ ദ ലാസ് പ്രപ്പോസ്ഡ് ബൈ മെൻഡൽ ബേസ്ഡ് ഓൺ മോണോഹൈബ്രിഡ് ക്രോസ്? ഏതൊക്കെയാണ് അല്ല? ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് ലാ നമ്മൾ എന്താണെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തു, ലോ ഓഫ് ഡോമിനൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്? ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ discrete units called factors. Factors occur in pairs. In a dissimilar pair of factors, one member of the pair dominates the other. ഇതാണ് law of dominance. ഇനി അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ലാ എന്ത് പേരിൽ വിളിക്കുന്നു? law of segregation. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ വേർപിരിയൽ. എന്താണ് ഈ ലാ പറയുന്നത്? States that during gamete formation, the two factors for a character present in an individual will separate and segregate with each other. അപ്പോൾ ഗമീറ്റ് ഫോർമേഷൻ്റെ സമയമാകുമ്പോൾ ഈ ക്യാരക്ടർ പെയറായിട്ടിരിക്കുന്ന ക്യാരക്ടർ എന്ത് ചെയ്യുമെന്നാണ്? അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യും, വേർപിരിയും.
segregate each other so that a gamete receives only one of the two factors. അപ്പോൾ ഇവിടെ ഈ ഗമീറ്റ് ഇത് ഹോമോസൈഗസ് പാരൻസ് ആണെങ്കിൽ ഇത് രണ്ടും ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഗമീറ്റ് ക്യാപിറ്റൽ ടി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതിൽ നിന്നും വരുമ്പോൾ സ്മോൾ ടി മാത്രം. എന്നാൽ ഹെട്രോസൈഗസ് പാരൻ്റ് വരുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി ഒരു ഗമീറ്റിന് കിട്ടും, സ്മോൾ ടി മറ്റൊരു ഗമീറ്റിന് കിട്ടും. അതായത് ഈ പാരൻ്റ് ഒരു 100 ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിൽ 50 ഗമീറ്റിൽ ക്യാപിറ്റൽ ടി ആയിരിക്കും, 50 ഗമീറ്റിൽ സ്മോൾ ടി ആയിരിക്കും. As per this law, a homozygous parent produce all gametes that are similar. Homozygous parent produce ചെയ്യുന്ന എല്ലാ ഗമീറ്റ്സും സിമിലർ ഗമീറ്റ്സ് ആയിരിക്കും. എന്നാൽ ഒരു ഹെട്രോസൈഗസ് പാരന്റ് ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ് ഡിസിമിലർ ആയിരിക്കും. ഡിസിമിലർ ഗമീറ്റ്സ് ആയിരിക്കും. ഒരെണ്ണത്തിൽ ഡോമിനൻ്റ് അലീലും കാണും, മറ്റതിൽ റിസസീവ് അലീലും കാണും. അപ്പോൾ എന്താണ് law of segregation? This law states that during gamete formation, the two factors for a character present in an individual will separate and segregate with each other so that a gamete receives only one of the two factors. As per this law, a homozygous parent produces all gametes that are similar, while a heterozygous one produces two kinds of gametes, each having one allele with equal proportion. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലാ പറയുന്നത്. സെക്കൻഡ് ലായുടെ ചുരുക്കം എന്താണ്? ഗമീറ്റ് ഫോർമേഷൻ നടക്കുമ്പോഴത്തേക്കും ഈ ഫാക്ടേഴ്സ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. ഹോമോസൈഗസ് പാരൻ്റ് ആണെങ്കിൽ സിമിലർ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഹെട്രോസൈഗസ് പാരൻ്റ് ആണെങ്കിൽ ഡിസിമിലർ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു ഗമീറ്റിന് ഒരു ഫാക്ടർ മാത്രമേ കിട്ടുകയുള്ളൂ. അതാണ് സെക്കൻഡ് ലാ. അപ്പോൾ രണ്ട് ലാ ഉണ്ട്, ലാ ഓഫ് ഡോമിനൻസും ലാ ഓഫ് സെഗ്രിഗേഷനും. അപ്പോൾ ഇത് രണ്ട് നിയമങ്ങളും മെൻഡലിൻ്റെ ഏത് ക്രോസിനെ ബേസ് ചെയ്താണ് ഫോം ചെയ്തിട്ടുള്ളത്? മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്താണ് ഫോം ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പം മെൻഡൽ അദ്ദേഹത്തിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രപ്പോസ് ചെയ്ത പ്രധാനപ്പെട്ട ലായാണ് ലാ ഓഫ് ഡോമിനൻസ്. ആ ലാ ഓഫ് ഡോമിനൻസിന് ഒരു എക്സെപ്ഷൻ അല്ലെങ്കിൽ ഒരു അപവാദമാണ് ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്ന പ്രതിഭാസം. അപ്പോൾ എന്താണ് ഈ പ്രതിഭാസം എന്ന് നോക്കാം. ഈ പ്രതിഭാസം കാണുന്നത് ഈ ഒരു പ്ലാന്റിലാണ്. ആ പ്ലാന്റിൻ്റെ പേരെന്താണ്? ഡോഗ് ഫ്ലവർ അല്ലെങ്കിൽ സ്നാപ്പ് ഡ്രാഗൺ ഓർ ആൻറ്റിറിനം സ്പീഷീസ്. അതിൽ ഫ്ലവർ കളറിൻ്റെ ഇൻഹെറിറ്റൻസ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. പിക്ചറിൽ കാണുന്നതാണ് ആ ഡോഗ് ഫ്ലവർ പ്ലാന്റ്. ഇതിൻ്റെ ഡോമിനൻ്റ് കളറാണ് റെഡ്, അതിൻ്റെ റിസസീവ് കളറാണ് വൈറ്റ്. ഇപ്പോൾ ഡോമിനൻ്റ് ആകുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആർ എന്നുള്ള ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോമിനൻ്റ് ഇൻഡിവിജ്വലിന് വൈറ്റ് കളറുമായിട്ട് ക്രോസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇത് പി ജനറേഷൻ മീൻസ് പാരൻ്റൽ ജനറേഷൻ. ഇപ്പോൾ പാരൻ്റൽ ജനറേഷനിൽ ഹോമോസൈഗസ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റിനെ ഹോമോസൈഗസ് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഡോമിനൻ്റ് ക്യാരക്ടറാണ്, ഇത് റിസസീവ് ക്യാരക്ടറാണ്. അപ്പോൾ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സമയം വരുമ്പോൾ ഇതിൽ നിന്നും ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ഗമീറ്റ് മാത്രമാണ്, ഒരു ടൈപ്പ് ഗമീറ്റ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്നും സ്മാൾ ആർ എന്ന് പറയുന്ന ടൈപ്പ് ഗമീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മാൾ ആർ, ഒരു ഡോമിനൻറ്റും ഒരു റിസസീവും. അപ്പോൾ ലാ ഓഫ് ഡോമിനൻസ് അനുസരിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഇത് രണ്ടും ചേർന്ന പെയേഴ്സ് ഡിസിമിലർ പെയേഴ്സ് ആണെങ്കിൽ
one member of the pair dominates the other. In a dissimilar pair of factors, one member of the pair dominates the other. ഒരെണ്ണം എന്ത് ചെയ്യും, മറ്റതിനെ ഡോമിനേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യണം? ഡോമിനൻ്റ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യണം. പക്ഷേ ഇവിടെ F1 ജനറേഷനിൽ എല്ലാ കിട്ടുന്ന പ്ലാന്റ്സിൻ്റെയും ഫ്ലവേഴ്സ് പിങ്ക് ഫ്ലവേഴ്സാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ പാരൻ്റൽ ജനറേഷനിലുള്ളത് റെഡും വൈറ്റും. ഈ രണ്ട് ക്യാരക്ടറും കിട്ടാതെ ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടറാണ് കിട്ടിയത്, പിങ്ക് ഫ്ലവേഴ്സാണ് കിട്ടിയത്. ദാറ്റ് ഫിനോമിനൻ വി കാൾ ഇറ്റ് ആസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇവിടെ ഡോമിനൻസ് കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ എന്താ അതിന് കൊടുക്കാവുന്ന ഒരു നിർവചനം? ദ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് the F1 phenotype do not resemble either of the two parents. F1 phenotype രണ്ട് പാരൻസിനെയും റിസംബിൾ ചെയ്യുന്നില്ല. ബട്ട് ഷോസ് ആൻ ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ, ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടറാണ് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ എന്താ നിർവചനം? The type of inheritance in which the F1 phenotype do not resemble either of the two parents but shows an intermediate character is called incomplete dominance. ഇപ്പോൾ ഡെഫിനിഷൻ പഠിക്കണം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പാരൻസിൻ്റെയും ക്യാരക്ടർ കാണിക്കാതെ ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കുക. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഈ കാണുന്ന സ്നാപ്ഡ്രാഗൺ പ്ലാന്റ്. ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ പ്ലാന്റിൽ എന്താ ചെയ്യുക? ഇൻ എ ക്രോസ് ബിറ്റ്വീൻ ട്രൂ ബ്രീഡിംഗ് റെഡ് ഫ്ലവേർഡ് RR ആൻഡ് ട്രൂ ബ്രീഡിംഗ് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ് സ്മോൾ r. ദ F1 വാസ് പിങ്ക്. ക്യാപിറ്റൽ R സ്മോൾ r എന്ന് പറയുന്നത് റെഡ് അല്ല, എന്താണ്? പിങ്ക് ആണ് ഇൻസ്റ്റെഡ് ഓഫ് റെഡ്. അപ്പോൾ അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ F2 ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്ത് നോക്കിയാലോ? F1 ജനറേഷനെ സെൽഫ് ഫെർട്ടിലൈസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്നും അതിൻ്റെ മെയിൽ ഗ്യാമീറ്റ്സ് ക്യാപിറ്റൽ R സ്മാൾ r, ഫീമെയിൽ ഗ്യാമീറ്റ്സ് ക്യാപിറ്റൽ R സ്മാൾ r, ക്യാപിറ്റൽ R സ്മാൾ r. ക്രോസ് നടക്കുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ R ക്യാപിറ്റൽ R രണ്ടും കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടുന്നു? കളർ റെഡ് കളർ. ഇനി ക്യാപിറ്റൽ R സ്മാൾ r എന്താണ്? പിങ്ക് കളർ. സ്മാൾ r ക്യാപിറ്റൽ R എന്താണ്? പിങ്ക് കളർ. സ്മോൾ ആറും സ്മോൾ r എന്താ കളറ്? വൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു റെഡ് ഫ്ലവറും രണ്ട് പിങ്ക് ഫ്ലവറും ഒരു വൈറ്റ് ഫ്ലവർ. ഇപ്പോൾ മെൻ്റലിൻ്റെ ലോ ഓഫ് ഡോമിനൻസ് അനുസരിച്ചാണെങ്കിൽ ഇവിടെ 3:1 റേഷ്യോ ആണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ കിട്ടിയത് എന്താണ്? 1:2:1 റേഷ്യോ, ഫിനോട്ടിപ്പിക് റേഷ്യോ. Genotypic ratio, that is 1:2:1. 1 capital R is to 1 capital R small r is to small r small r. അപ്പോൾ എന്താ ഈ റേഷ്യോയുടെ പ്രത്യേകത? ഫിനോട്ടിപ്പിക് റേഷ്യോയും 1:2:1, ജീനോട്ടിപ്പിക് റേഷ്യോയും 1:2:1. രണ്ടും ഈക്വലാണ്. ഫിനോട്ടിപ്പിക് റേഷ്യോ ഈക്വൽസ് ജീനോട്ടിപ്പിക് റേഷ്യോ, ദാറ്റ് ഈസ് 1:2:1. അപ്പോൾ അത് എക്സാമിനൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നതാണ്. നെയിം എ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് ബോത്ത് ഫിനോട്ടിപ്പിക് റേഷ്യോ ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ ആർ സെയിം. വാട്ട് ഈസ് ദ റേഷ്യോ? അപ്പോൾ എന്താണ് റേഷ്യോ? 1:2:1. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഈസ് എ ജനറ്റിക് ഫിനോമിനൻ ഇൻ വിച്ച് ബോത്ത് ജീനോട്ടിപ്പിക് ആൻഡ് ഫിനോട്ടിപ്പിക് റേഷ്യോസ് ആർ സെയിം, ദാറ്റ് ഈസ് 1:2:1. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഡോമിനൻ്റ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാത്തത്? ഇപ്പോൾ ക്യാപിറ്റൽ R വന്നാൽ എന്താകണം? റെഡ് ആകേണ്ടതാണ്. ഒരു ഡോമിനൻ്റ് വന്നാൽ അവിടെ റെഡ് ആകേണ്ടതാണ്. മെൻ്റലിൻ്റെ ലോ ഓഫ് ഡോമിനൻസ് അനുസരിച്ച് ആയിട്ടില്ല. അപ്പോൾ അതാണ് ഇതിന് മെൻ്റലിൻ്റെ ലോ ഓഫ് ഡോമിനൻസിന് ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ള ഒരു ഫിനോമിനനാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ആകുന്നു എന്ന് ചോദിച്ചാൽ, ബിക്കോസ് ദ ഡോമിനൻ്റ് അലിൽ R ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ ദ റിസസീവ് അലിൽ സ്മാൾ r. ക്യാപിറ്റൽ R എന്ന് പറയുന്ന അലിൽ
സ്മോൾ ആറിനേക്കാളും കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് അല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഷോസ് ആൻ ഇൻ്റർമീഡിയറ്റ് പിങ്ക് കളർ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രതിഭാസം നമുക്ക് എന്ത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം? ഏത് ഫ്ലവർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം? സ്നാപ് ഡ്രാഗൺ പ്ലാന്റ് അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ ഓർ ആൻറ്റിറിനം സ്പീഷീസ്, ആ പ്ലാന്റിൻ്റെ കാര്യം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാം? 2 ടൈപ്പ് ഫീനോടൈപ്പ് ഉണ്ട്, റെഡും ഉണ്ട് വൈറ്റും ഉണ്ട്. റെഡാണ് ഡോമിനൻ്റ്, വൈറ്റ് റിസസീവ് ആണ്. അപ്പോൾ റെഡിനെയും വൈറ്റിനെയും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ F1 ജനറേഷനിൽ കിട്ടുന്നത് റെഡും അല്ല വൈറ്റും അല്ല, കിട്ടുന്നത് എന്താണ്? പിങ്കാണ്. ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടറാണ് അവിടെ കിട്ടുന്നത്. F1 ജനറേഷനെ സെൽഫ് ഫെർട്ടിലൈസേഷന് വിധേയമാക്കുമ്പോൾ F2 ജനറേഷനിൽ ഫീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 കിട്ടുന്നു, ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 കിട്ടുന്നു. അപ്പോൾ ജീനോട്ടിപ്പിക് റേഷ്യോയും ഫീനോട്ടിപ്പിക് റേഷ്യോയും സെയിം ആയിട്ട് വരുന്നു. ആ ഒരു ടൈപ്പ് ജനറ്റിക് ക്രോസാണ്, ഫിനോമിനനാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇനി എന്താണ് ഈ ഡോമിനൻസിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. എക്സ്പ്ലനേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോമിനൻസ് എന്ന് പറയുന്ന പ്രതിഭാസത്തിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെ. എവരി ജീൻ കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻ ടു എക്സ്പ്രസ് എ പർട്ടിക്കുലർ ട്രേറ്റ്. എല്ലാ ജീനിലും ഒരു സ്വഭാവ സവിശേഷതയുടെ ക്യാരക്ടർ അടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഇൻഫർമേഷൻ അടങ്ങിയിട്ടുണ്ട് ഓരോ ജീനിലും. In a diploid organism, the genes occurs in pairs known as alleles. ഇപ്പോൾ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ആണെങ്കിൽ, ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപോലത്തെ 2 ടൈപ്പ് ക്രോമസോംസ് ഉള്ള ഓർഗാനിസം. ഹ്യൂമൻ ബീയിങ്സ് ആർ ഡിപ്ലോയിഡ് ഓർഗാനിസംസ്. ഹ്യൂമൻ ബീയിങ്സ് ഹാസ് 46 chromosomes, that is 23 chromosomes from father and 23 from mother. So it is a human being is a diploid organism. In a diploid organism, the genes occurs in pairs known as alleles. ജീൻ എങ്ങനെയാണ് കാണുക? അലീൽസ് ആയിട്ട് കാണുക. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സ്മോൾ, ഈ രീതിയിൽ അലീൽസ് ആയിട്ട് കാണും. ദ അലീൽസ് ഫോർ എ പർട്ടിക്കുലർ ട്രേറ്റ് നീഡ് നോട്ട് ബി ആൾവേസ് ഐഡൻറ്റിക്കൽ. ഇതുപോലെ ആകണമെന്നില്ല. ഇത് ഐഡൻറ്റിക്കലാണ്, ഇത് ഐഡൻറ്റിക്കലാണ്, എന്നാൽ ഇത് ഐഡൻറ്റിക്കൽ അല്ല. വൺ ഓഫ് ദം മേ ബി ഡിഫറൻറ്റ് ഡ്യൂ ടു സം ചേഞ്ചസ് ദാറ്റ് ഇറ്റ് ഹാസ് അണ്ടർഗോൺ. അപ്പോൾ ഇതിൽ ഒരെണ്ണം വ്യത്യാസമാണ്. ഇത് ഡോമിനൻ്റ് ആണ്. ഈ ഡോമിനൻറ്റിന് വ്യത്യാസം വന്നിട്ട് ചേഞ്ച് വന്നിട്ടുണ്ടായതാണ് റിസസീവ് അലീൽ. The alleles for a particular trait need not be always identical. One of them may be different due to some changes that it has undergone. അപ്പോൾ ആ ചേഞ്ചസ് എന്താണെന്നൊക്കെ നമ്മൾ ഈ വരും ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കും. This changes modifies the information that a particular allele contains. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വന്ന അലിൽ കൂടെ കയറി വരുമ്പോൾ ആദ്യത്തെ അലിലിൻ്റെ എക്സ്പ്രഷനെയും അത് അഫക്റ്റ് ചെയ്യാം. This changes modifies the information that a particular allele contains. The modified allele could be responsible for the production of. അപ്പോൾ ഇങ്ങനെ ഒരു അലിൽ വരികയാണെങ്കിൽ, ഒരു ഡോമിനൻ്റ് അലിലിൻ്റെ കൂടെ ഒരു റിസസീവ് അലിൽ വരികയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? ദ നോർമൽ ഓർ ലെസ് എഫിഷ്യൻ്റ് എൻസൈം. അപ്പോൾ ഇവിടെ എൻസൈം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഫ്ലവറിൻ്റെ കളർ കാണിക്കുന്ന എൻസൈം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ റെഡ് കളറ്, വൈറ്റ് കളറ്, പിങ്ക് കളർ. അപ്പോൾ ആ കളർ കാണിക്കുന്ന എൻസൈം നോർമലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലെസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാം. എന്തുകൊണ്ട്? ഈ ഒരു ഡോമിനൻ്റ് അലിലിൻ്റെ കൂടെ റിസസീവ് അലിൽ കൂടെ വരുമ്പോൾ. അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം ഫങ്ഷണലേ ആയിരിക്കില്ല. ഓർ നോ എൻസൈം അറ്റാൾ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? എൻസൈമേ പ്രൊഡ്യൂസ് ചെയ്യാതെ പോകാം. അപ്പോൾ ഇതിൽ 3 പോസിബിലിറ്റീസ് സംഭവിക്കാം ഒരു ഡോമിനൻ്റ് അലിലും ഒരു റിസസീവ് അലിലും കൂടെ ചേർന്ന് വരുമ്പോൾ. ഒന്നുകിൽ നോർമലായിട്ടുള്ള എൻസൈം ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എൻസൈം ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫങ്ഷൻലെസ് ആയിട്ടുള്ള എൻസൈം ആയിരിക്കും, അല്ലെങ്കിൽ എൻസൈമേ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാം. ഇപ്പോൾ ഇവിടെ ഫ്ലവറിൻ്റെ കാര്യത്തിൽ റെഡ് കളറിനുള്ള എൻസൈം, വൈറ്റ് കളറിനുള്ള എൻസൈം, പിങ്ക് കളറിനുള്ള എൻസൈം എന്നൊക്കെ നമ്മൾ വിചാരിക്കുക.
അപ്പോൾ ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ സംബന്ധിച്ചോ ദ റിസസീവ് ട്രൈറ്റ് ഈസ് സീൻ ഡ്യൂ ടു നോൺ ഫങ്ഷണൽ എൻസൈം അതും ആകാം ഓർ നോ എൻസൈം ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ റെഡിന് കാരണമായിട്ടുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാതെ പോകാം, അല്ലെങ്കിൽ അതൊരു നോൺ ഫങ്ഷണൽ എൻസൈം ആകുന്നത് കൊണ്ടായിരിക്കാം റെഡ് കളർ ഇവിടെ എക്സ്പ്രസ് ചെയ്യാതെ പിങ്ക് കളറായിട്ട് മാറുന്നത്. ഇതാണ് എക്സ്പ്ലനേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്. അപ്പോൾ ഡോമിനൻസിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട വസ്തുത ഇതാണ്: ജീനുകൾ പെയറുകളായിട്ട് കാണുന്നുണ്ട്. ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസംസിൽ വരുമ്പോഴത്തേക്കും ഐഡൻറ്റിക്കൽ പെയർ ആയിരിക്കാം, അല്ലാതെ വരാം. അപ്പോൾ ഐഡൻറ്റിക്കൽ പെയർ അല്ലെങ്കിൽ ഒന്ന് ഡോമിനൻറ്റും ഒന്ന് റിസസീവ് അലിലുമായിരിക്കാം. അപ്പോൾ അങ്ങനെ അലിൽസ് വരുമ്പോൾ ഈ റിസസീവ് അലിൽ എന്ന് പറയുന്നത് ഡോമിനൻ്റ് അലിലിന് മോഡിഫിക്കേഷൻ വന്നതാണ് റിസസീവ് അലിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം? ഈ ജീന് എന്ത് ക്യാരക്ടറിനെയാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് ആ ക്യാരക്ടറിന് നിദാനമായിട്ടുള്ള എൻസൈം നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം, ലെസ് എഫിഷ്യൻ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, നോൺ ഫങ്ഷണൽ എൻസൈം ആയിരിക്കാം, അല്ലെങ്കിൽ എൻസൈം പ്രൊഡക്ഷൻ നടക്കാതെ വരാം. ഇത് ഏത് സാഹചര്യം വേണമെങ്കിലും വരാം. എന്നാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ സംബന്ധിച്ച് ഈ ലാസ്റ്റിൽ പറഞ്ഞ രണ്ട് സാഹചര്യങ്ങളാണ്, രണ്ട് പോസിബിലിറ്റീസാണ് വരാൻ സാധ്യത. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്ന പ്രതിഭാസം വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് മനസ്സിലാക്കി, ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്താണ്? ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ അത് ഓർമ്മിക്കണം. ഈ ടെസ്റ്റ് ക്രോസിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ ഓർമ്മിക്കണം. പിന്നെ ടെസ്റ്റ് ക്രോസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു എക്സാമ്പിൾ, അപ്പോൾ അതും എക്സാമിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാവുന്നതാണ്, അത് പഠിക്കുക. പിന്നെ ടെക്സ്റ്റ് ക്രോസും ബാക്ക് ക്രോസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബാക്ക് ക്രോസ് എന്ന് പറയുന്നത് F1 ഹൈബ്രിഡിനെ ഏതെങ്കിലും പാരൻസുമായിട്ട് ക്രോസ് ചെയ്യുന്നതാണ് ബാക്ക് ക്രോസ്. F1 ഹൈബ്രിഡിനെ റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതാണ് ടെസ്റ്റ് ക്രോസ്. അത് മനസ്സിലാക്കി മെൻഡലിൻ്റെ ലാ ഓഫ് ഇൻഹെറിറ്റൻസ്, രണ്ട് ലാ ഉണ്ട്. ലാ ഓഫ് ഡോമിനൻസും ഉണ്ട്, ലാ ഓഫ് സെഗ്രിഗേഷനും ഉണ്ട്. അപ്പോൾ ലാ ഓഫ് ഡോമിനൻസും ലാ ഓഫ് സെഗ്രിഗേഷൻ്റെയും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഇപ്പോൾ ലാ ഓഫ് ഡോമിനൻസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനൊരു എക്സെപ്ഷൻ ആയിട്ടുള്ള ഒരു ജനറ്റിക് ഫിനോമിനനാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ട് ക്യാരക്ടറും കാണിക്കുന്നില്ല. പാരൻ്റൽ ജനറേഷൻ്റെ രണ്ട് ക്യാരക്ടറും റിസംബിൾ ചെയ്യാതെ ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഈ റേഷ്യോ വളരെ പ്രധാനമാണ്. ഫീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. ജീനോട്ടിപ്പിക് റേഷ്യോയും 1:2:1 ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡോമിനൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അത് എന്തുകൊണ്ടാണ് ഡോമിനൻ്റ് ക്യാരക്ടറും റിസസീവ് ക്യാരക്ടറും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നതിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ എക്സ്പ്ലനേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ടോപ്പിക്കുകൾ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗങ്ങൾ പഠിക്കുന്നതിനായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണുക. താങ്ക് യു.